സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടിരുന്നെങ്കിൽ വഴിതെറ്റി വളഞ്ഞ് ഈ കൊളസ്ട്രോൾ കടലിൽ വന്ന് കയറിയേനെ. ഇത്രയ്ക്കും എണ്ണ ശേഖരം സൽമാൻ രാജാവിന്റെ രാജ്യത്ത് പോലും ഇല്ല. ഇതിലും കുറഞ്ഞ എണ്ണ പിടിച്ചെടുക്കാൻ പല തലയും കൊയ്ത് അമേരിക്ക ഇത് കണ്ടില്ലേ. നട റോഡിൽ വന്ന് ഇന്ന് പച്ചയ്ക്ക് കൊളസ്ട്രോൾ കച്ചവടം ചെയ്യാൻ നിനക്ക് എവിടെ നിന്നാ ഇത്രയും ധൈര്യം? നീ ആര്? മാർത്താണ്ഡവർമ്മയുടെ മൂന്നാമത്തെ മുതുക്ക് മകനാ. വെറുതെ തന്നാലും ബർക്കത്തില്ലാത്ത സ്ഥാനം ഞമ്മക്ക് വേണ്ട. അവിടെയൊക്കെ സ്വപ്നത്തിലെങ്കിലും ഭക്ഷണ പ്രതിരോധ വകുപ്പ് ഉണ്ടാടേ. ഉണ്ടെങ്കിൽ അവന്മാർ പ്രതിരോധ വകുപ്പ് കയറി പെടുത്തു വെക്കും. വെളിച്ചെണ്ണ മെയിൻ ഇൻഗ്രീഡിയന്റ് ആക്കി മഹാരഥിക്കുന്ന ഒരു അപരാധം ഞാൻ ആദ്യത്താണ് കാണുന്നത്. വീട്ടിലെ ഭക്ഷണം കൊള്ളൂല എന്ന് പറഞ്ഞ റോട്ടിൽ പോയി തിന്നണവരൊക്കെ ഇത് ഓർക്കണം. അഴുക്ക വെള്ളത്തിൽ നേരെ ആസിഡിലോട്ട് പോണ പോലെയാണ് അത്. ഒരു ടാങ്ക് എണ്ണയ്ക്ക് 1.5 കിലോ ചിക്കനാണ് കണക്ക്. ഇത് വാങ്ങിച്ച് കഴിക്കാൻ ആളുള്ളപ്പോ പിന്നെ എനിക്ക് എന്തിന്റെ കുരുപ്പ്? പരശുരാമ എറിഞ്ഞ മഴ ഇവന്റെ തലയിലാണ് വീണിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണണ്ടായിരുന്നു. ഈ അടുത്തെങ്ങും കേരളത്തിലെവിടെയും ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരില്ലല്ലോ അല്ലേ? ഭാഗ്യം, കുടൽ പുണ്യം. അകത്തിരിക്കുന്ന കിഡ്നിയുടെയും കരളിന്റെ അവസ്ഥ കാടിയിൽ വീണ അമരയ്ക്ക പോലെയാണ്. യവന്മാരൊക്കെ 3 നേരം എണ്ണയിൽ കുളിച്ച് ഈറന്മാര് നെറ്റിൽ കൊളസ്ട്രോൾ തൊടും. ഈ മണ്ണുണ്ണി അൺമാരീഡ് ആയതുകൊണ്ട് അവൻ അൺഹെൽത്തിയാണ് കെട്ടിയത്.